ഹായ് നമസ്കാരം. ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിനെ പറ്റിയും അതുപോലെ തന്നെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ഡിഡക്ഷനെ പറ്റിയും സംസാരിച്ചിരുന്നു. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടൊരു ചോദ്യം വന്നിരുന്നു. ഒരു വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും 60 വയസ്സിന് മുകളിലുണ്ട്. അപ്പോൾ അവർക്ക് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം 50,000 രൂപ വരെ ക്ലെയിം ചെയ്യാം. ഇൻഷുറൻസ് ഇല്ല എങ്കിൽ മെഡിക്കൽ എക്സ്പെൻഡിച്ചർ 50,000 രൂപ വരെ ക്ലെയിം ചെയ്യാം. അപ്പോൾ സംശയം ഇതാണ്, ഈ അച്ഛനും അമ്മയിൽ ഒരാൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, മറ്റേ ആൾക്ക് മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ എങ്ങനെയാണ് ക്ലെയിം ചെയ്യുന്നത്? മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാത്ത ആൾക്ക് മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. അപ്പോൾ ഒരാളുടെ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയവും മറ്റേ ആളുടെ മെഡിക്കൽ എക്സ്പെൻഡിച്ചറും കൂട്ടിച്ചേർത്ത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു സംശയം. അപ്പോൾ അത് ആ നിയമത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ആ വ്യക്തിയുടെ ഹെൽത്ത് ഇൻഷുർ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഹെൽത്തിൻ്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛനുമുണ്ട് അമ്മയുണ്ട്, ഇതിലൊരാൾക്ക് ഹെൽത്ത് ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. മറ്റേയാളുടെ ഹെൽത്ത് ഇൻഷുർ ചെയ്യാത്തതുകൊണ്ട് ആ വ്യക്തിയുടെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ ക്ലെയിം ചെയ്യാം. പക്ഷേ ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്താലും 50,000 രൂപ എന്ന ക്ലെയിമിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഇതാണ് ആ ഒരു സംശയത്തിനുള്ളൊരു മറുപടി. പിന്നെ ഇത് കൂടാതെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം നമ്മൾ അടച്ചിരിക്കുന്നത് അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് ക്യാഷ് ആയിട്ട് ആകരുത്. അപ്പോൾ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയോ ചെക്ക് വഴിയോ UPI പേയ്മെൻറ്റ് വഴിയോ ആയിരിക്കണം ഈ പേയ്മെൻറ്റ് അടച്ചിരിക്കുന്നത്. പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് 5,000 രൂപ വരെ ഉള്ള ലിമിറ്റിൻ്റെ കേസാണെന്ന് പറഞ്ഞിരുന്നു. അതിൽ ക്യാഷ് ആയിട്ട് അടച്ചാലും കുഴപ്പമില്ല. പക്ഷേ ഇൻഷുറൻസിൻ്റെ പ്രീമിയവും മെഡിക്കൽ എക്സ്പെൻസും ക്യാഷ് ആകരുത്, മറ്റുള്ള രീതിയിലായിരിക്കണം ട്രാൻസ്ഫർ ചെയ്യേണ്ടത്.